കോമ്പയാറിൽ വരും തലമുറയ്ക്കായി അന്യം നിന്ന് പോയ നാട്ടുമാവുകൾ നാടിന് സമർപ്പിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത നാട്ടുമാവുകളുടെ നൂറുകണക്കിന് തൈകളാണ് NSS ക്യാമ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇത്തവണ നട്ടത്. കിളിച്ചുണ്ടനും മൂവാണ്ടനും മുതൽ കാട്ടുമാവിന്റെ തൈകൾ വരെ കുട്ടികൾ കോമ്പയാർ എന്ന ഗ്രാമത്തിന്റെ വിവിധ മേഖലകളിൽ നട്ടു. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത മാവിനങ്ങളാണ് ഇവർ നടുന്നത്. കർപ്പൂര വരിക്ക, താളിമാങ്ങ, കസ്തൂരിമാങ്ങ, കിളിച്ചുണ്ടൻ, തിരുവനന്തപുരക്കാരുടെ സ്വന്തം മാമ്പഴ ഇനമായ കൂട്ടുകോണം വരിക്ക, കോളാപ്പി മാങ്ങ, പേരയ്ക്ക മാങ്ങ, കപ്പമാങ്ങ, കൽക്കണ്ട മാങ്ങ, വെള്ളരിമാങ്ങ, നാട്ടുമാവ്, പുളിച്ചിമാങ്ങ, കാട്ടുമാങ്ങ തുടങ്ങി 50ഓളം ഇനങ്ങളാണ് കുട്ടികൾ ഒരു വർഷം കൊണ്ട് മുളപ്പിച്ച് എടുത്തത്. കഴിഞ്ഞ വർഷത്തെ NSS ക്യാമ്പിലാണ് ഇത്തരമൊരു ആശയം ഉടലെടുത്തത്. ഒരു മാസം കൊണ്ട് കുട്ടികൾ വിവിധ ജില്ലകളിൽ നിന്നും നാട്ടുമാങ്ങകളുടെ വിത്തുകൾ ശേഖരിച്ചു. പിന്നീട് കൂട്ടമായി അവ നട്ടുമുളപ്പിച്ചു. ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിൽ കുട്ടികൾ അത് ദത്ത് ഗ്രാമമായ കോമ്പയാറിൽ നട്ടു. ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ചെയ്തത്. നാട്ടുമാവിനങ്ങളെ മാത്രമാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഇത് കഴിഞ്ഞ മാമ്പഴക്കാലത്ത് നമ്മുടെ സീനിയർ വോളണ്ടിയേഴ്സ് നാട്ടുമാവിനങ്ങളെ തന്നെ തിരിച്ചെടുത്ത് അതിൻ്റെ മാങ്ങാണ്ടി കൊണ്ടുപോയി തവാരണ ഇട്ട് ഈ സീസണിൽ നടാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്നത്. എന്തുകൊണ്ടാണ് നാട്ടുമാവിനങ്ങളെ എടുത്തതെന്ന് ചോദിച്ചാൽ, മറ്റ് ഹൈബ്രിഡ് മാവിനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കേണ്ട നാടൻ ഐറ്റങ്ങൾ അല്ലെങ്കിൽ നാട്ട് ഇനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള, ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തന്നെ വെക്കുന്നത്. ഇതിൻ്റെ അതിജീവന ശേഷിയും പിന്നെ ഇതിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യവും ഒക്കെ സ്വാഭാവികമായും നമ്മുടെ ഇതുപോലത്തെ ഒരു നാടിന് വലിയ വിലപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വർക്കാണ് നമ്മൾ ചെയ്തത്. തലമുറകൾക്ക് കൈമാറുന്ന ഈ ചടങ്ങ് മാന്തൈകൾ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കലാണ്. നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. കുട്ടികൾ പോകുമ്പോൾ മാങ്ങ കാണുമ്പോൾ കല്ലെറിയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാവ് കുട്ടികളോട് ചോദിക്കുന്ന ഒരു കടങ്കവിതയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നെ ഒന്ന് എറിയുമോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. കാരണം ആർക്കും ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും പുറകെ പോകാൻ സമയമില്ല. എല്ലാവരും ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് മാറി. കുട്ടികൾക്കും ഇതൊരു പുതിയ അനുഭവമായിരുന്നു. ഞങ്ങള് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടില്ലാത്ത വിവിധ തരത്തിലുള്ള മാവുകളാണ് ഞങ്ങൾക്ക് ഇവിടെ നടാൻ കിട്ടിയത്. അതിൽ നടാൻ സാധിച്ചതിനും അതിൽ പങ്കെടുക്കാൻ പറ്റതിലും ഞങ്ങൾക്ക് വളരെ നല്ല അഭിമാനമുണ്ട്. എന്താണെങ്കിലും 7 ദിവസം നീണ്ടു നിന്ന ക്യാമ്പ് അവസാനിക്കുമ്പോൾ അടുത്ത തലമുറയ്ക്കുള്ള മാമ്പഴങ്ങൾ കൂടിയാണ് ഈ കുട്ടികൾ സമ്മാനിച്ച് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.